ഇത് എന്തിനാ ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്ത് വെച്ചിരിക്കണമെന്നല്ലേ. അപ്പോൾ മീനുകുട്ടിക്ക് ഒന്ന് ബിരിയാണി കഴിക്കാൻ ഒരു മോഹം. അപ്പോൾ ബിരിയാണി അരി ഇല്ല. അപ്പോൾ അതിന് ഞാൻ എടുത്തത് ഇപ്പോൾ സേമിയ കൊണ്ടുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. പകുതി പാക്കറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. പകുതി പാക്കറ്റ് മതി. മീനുകുട്ടി മാത്രമേ ഉള്ളൂ, പിന്നെ ഞാനും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ബിരിയാണി എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ മീനുകുട്ടിക്ക് മാത്രം ഉണ്ടാക്കാം കേട്ടോ ബിരിയാണി. അപ്പം ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം അരയ്ക്കാണ്ടിരുന്നാലുണ്ടല്ലോ അതൊക്കെ പെറുക്കി 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 മാറ്റി വെക്കും. കുട്ടികളല്ലേ. അപ്പോൾ ഞാൻ പിന്നെ ഒക്കെ അരച്ചിട്ടാണ് ഇടാം കേട്ടോ. പച്ചക്കറിയൊക്കെ ഇടാം, പച്ചക്കറി ഇടാം, മുട്ട ഇടാം, എന്ത് വേണമെങ്കിൽ ഇടാം. മീൻകുട്ടി മാല ഇട്ട കാരണം ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല. പച്ചക്കറിയൊക്കെ അവള് മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ സേമി നന്നായിട്ട് നെയ്യ് ഒഴിച്ച് സേമി നന്നായിട്ട് വറുത്തെടുക്കാം. എന്നിട്ട് വാരിക്കോരി എണ്ണ ഒഴിക്കാണ്ട് കുറച്ച് എണ്ണ കൊണ്ട് ഒഴിക്കാണ്ട്. സേമിയാണ് കുറച്ചല്ലേ ഉള്ളൂ. കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം നമുക്ക് പിന്നെ ബ്രിഞ്ചി ഇലയിടാം. കുറച്ച് പിന്നെ പെരുംജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അരച്ച് വെച്ചതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിയില, പിന്നെ പുതിനയില ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം കേട്ടോ. വഴറ്റിയെടുത്ത ശേഷം നമുക്ക് പിന്നെ മുളക് പൊടിയും പിന്നെ ഗരം മസാലപ്പൊടി, നമ്മൾ ബിരിയാണിക്ക് ഇടുന്ന ബിരിയാണി പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ചിട്ടിട്ടുള്ളൂ. പിന്നെ അതിനൊക്കെ നന്നായിട്ടുണ്ട് വഴറ്റിയ ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഉപ്പുമാവിന് ഒഴിക്കുമാതിരി ഒഴിക്കരുത് കേട്ടോ. അത് സേമിയല്ലേ, ഒന്ന് ഒട്ടി നിൽക്കും. ആ കാരണമാണ് ഞാൻ വറുത്തത് കേട്ടോ. പിന്നെ മുളക് പൊടി ഇടാൻ മറന്ന കാരണം ഇത്തിരി മുളക് പൊടി, കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്, കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. നെയ്യിൻ്റെ മണമാണല്ലോ. ഇതിൻ്റെ കൂടെ നമുക്ക് അണ്ടിപ്പരിപ്പോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സേമിയ പിന്നെ വറുത്ത സേമിയ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയ ശേഷം ഒന്ന് വെള്ളം വറ്റിക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് നല്ല വെയിലും മഴയായിട്ട് വരുന്നുണ്ട്. ഇന്ന് മിക്കവാറും കുറുക്കൻ്റെ കല്യാണമായിരിക്കും കേട്ടോ. 2 ദിവസമായിട്ട് മഴയും വെയിലുമാണ്. അപ്പോൾ ബിരിയാണിയൊക്കെ ആയി. മീൻകുട്ടി അത് പ്ലേറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോഴേക്കും മീൻകുട്ടി ബിരിയാണി എടുത്തു കഴിഞ്ഞ് സൂപ്പർ പറയുന്നുണ്ട് കേട്ടോ. മീൻകുട്ടി കഴിക്കട്ടെ. കുറച്ച് എനിക്കും വെച്ചിട്ടുണ്ട് മീൻകുട്ടി നന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീൻകുട്ടി പോയി കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബായ്. മീൻകുട്ടി കഴിക്കുമ്പോഴേക്കും കറണ്ടും പോയി വരും.